എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം ഡോക്ടർ ചുനീത്. ഒരുപാട് കാലമായി ക്ഷീണം അനുഭവപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ. പല ആളുകൾക്കും ക്ഷീണം വരാൻ പല കാരണങ്ങളായിരിക്കും. പക്ഷേ നമുക്ക് നിസ്സാരമായി തോന്നുന്ന വളരെ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ മെജോറിറ്റി ആളുകൾക്കും ക്ഷീണം വരാൻ ഒരു കാരണമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഒരു 50-70% ക്ഷീണം വരാനുള്ള കാരണവും ഇവിടെ ഉറക്കത്തിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. ഉറക്കത്തിനെ ബാധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗം. അതായത് ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂറെങ്കിലും മുമ്പേ നിങ്ങൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കും. അത് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 സ്റ്റേജുകളുണ്ട്. REM സ്ലീപ്പും നോൺ REM സ്ലീപ്പും. REM എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. ഈ സമയത്താണ് നമ്മുടെ തലച്ചോറിൽ ഇൻഫർമേഷൻസൊക്കെ പ്രോസസ്സ് ചെയ്യുക, ഇമോഷൻസിനൊക്കെ പ്രോസസ്സ് ചെയ്യുക. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതിനൊക്കെ സ്റ്റോർ ചെയ്യാമെന്നും അതുപോലെ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ ഒഴിവാക്കാനൊക്കെ നോക്കുന്നത് ഈ സമയത്താണ്. അതുപോലെ തന്നെ ഇമോഷൻസ് ഉണ്ടാവും. ചില സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് ഇന്ന് വളരെ വിഷമിച്ചിരിക്കുകയാണ്, പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസം തോന്നാറുണ്ട്. ചിലപ്പോൾ ആ ഒരു വിഷമത്തിൽ നിന്ന് ചെറിയ എമൗണ്ട് കുറയുന്നത് പോലെ, ആ ഒരു ഇൻറ്റൻസിറ്റി കുറയുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ഇതൊക്കെ കാരണം നമ്മുടെ ഇമോഷൻ പ്രോസസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. അതിനെ കറക്റ്റായി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി ലെവലപ്പ് ചെയ്യുന്നതൊക്കെ ഈ REM സ്ലീപ്പ് സ്റ്റേജിലാണ്. അതുപോലെ നോൺ REM സ്ലീപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ്. ഈ സമയത്ത് നമ്മുടെ കണ്ണുകളൊന്നും അധികം ചലിക്കില്ല. കാരണം നമ്മുടെ തലച്ചോറിൽ ഒരുപാട് ആക്ടിവിറ്റികളെല്ലാം നടക്കുന്നത്. നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻസ് ഒഴിവാക്കാനും റീസ്റ്റോർ ചെയ്യാനും ഇമ്മ്യൂണിറ്റിനൊക്കെ ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു വേളയാണ് ഈ സമയം. ഈ 2 സ്ലീപ്പ് സ്റ്റേജിൻ്റെയും ക്വാളിറ്റി കുറക്കാനും ഡ്യൂറേഷൻ കുറക്കാനും ഉറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആ ശീലം കാരണമാകുന്നുണ്ട്. കാരണം ഇതിലുള്ള ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ നമ്മുടെ കണ്ണിനെ ഒരുപാട് നേരം ആക്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ തലച്ചോറിനെ ആക്ടിവേറ്റ് ചെയ്യാനും കാരണമാവും. മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനെയും ഇത് ബാധിക്കും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമൺ റീസൺ. രണ്ടാമത്തെ കോമൺ റീസൺ സ്ട്രെസ്സാണ്. നിങ്ങളിപ്പോൾ വിശ്വസിക്കില്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ തലച്ചോറിന് റെസ്റ്റിംഗ് ആയി നിൽക്കുന്ന സമയത്ത്, അതായത് വലിയ ആക്ടിവിറ്റി ഒന്നും ചെയ്യണ്ട, ഒരു ദിവസം ഏകദേശം 300 തൊട്ട് 400 കാലോറി ആവശ്യമുണ്ട്. പക്ഷേ അതേസമയം നിങ്ങളിപ്പോൾ ഒരു 5 km/h ജോഗിങ് ചെയ്യാണ്. നിങ്ങൾ ഏകദേശം ഒരു 1 hour ജോഗിങ് ചെയ്തു എന്ന് കരുതുക. 1 hour ജോഗ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ നിങ്ങൾ ഓടി എന്ന് കരുതുക. നിങ്ങളുടെ ശരീരത്തിന് അറൗണ്ട് 600-700 കാലോറി മാത്രം മതി. പക്ഷേ നേരെ മറിച്ച് നിങ്ങളിപ്പം ഒരുപാട് ഇൻറ്റൻസീവായ ടാസ്കുകൾ, ഒരുപാട് തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടാസ്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഹൈലി സ്ട്രെസ്ഡ് ആണ്, നിങ്ങളുടെ എനർജി കൺസപ്ഷൻ അറൗണ്ട് 1500 മുതൽ 2000 വരെ കലോറി വരെ പോകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ 2% മാത്രമുള്ള നമ്മുടെ തലച്ചോറ് എന്ന ഓർഗൺ നമ്മുടെ ഓവറോൾ എനർജിയുടെ 30% വരെ ഇതിന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ചിലപ്പോൾ അതിനും കൂടും നമ്മുടെ ഇൻറ്റൻസീവ് ആക്ടിവിറ്റി ചെയ്യുന്നതനുസരിച്ചിട്ട്. അപ്പോൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. കാരണം അനാവശ്യമായിട്ടുള്ള എനർജി യൂട്ടിലൈസേഷന് കാരണമാവുന്നത് നമ്മൾ അറിയാതെ വരുന്ന ഈ സ്ട്രെസ്സാണ്. നമ്മുടെ ആ ഒരു ആക്ടിവിറ്റിയെ, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, എന്തുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പലപ്പോഴായിട്ട് നമ്മളത് കൃത്യമായി ഓർഗനൈസ് ചെയ്യാത്തത് കൊണ്ട്. അപ്പം നമ്മുടെ ആക്ടിവിറ്റികളെ ഓർഗനൈസ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയ ടാസ്കുകളെ നമ്മൾ എഴുതി വെച്ചിട്ടാണെങ്കിൽ പോലും ആദ്യം ചെയ്ത് തീർക്കാൻ നോക്കുക. സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ്പോൺ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു ശീലം നിങ്ങൾ തുടർന്ന് നോക്കും. അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെസ്സിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാം. ഇങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സൗഹൃദങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രെസ് ലെവൽ കുറക്കാൻ പറ്റും. അല്ലെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടിയുള്ള ഏരിയകളിലൊക്കെ പോയിട്ട് റെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രെസ് ലെവൽ കുറക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ രക്തത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറക്കാനും നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, അപകടങ്ങളെ ഒഴിവാക്കാൻ, തരണം ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നൊക്കെ ദിവസവും പ്രാക്ടീസ് ചെയ്യാനും നോക്കുക. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗം മാറ്റി വെക്കുക. അതുപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടി റിലാക്സേഷൻ ടെക്നിക്കുകൾ ചെയ്യുകയും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ക്ഷീണം കുറയുന്നു എന്നുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഈ വീഡിയോക്ക് അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യൂ. ഇത് തന്നെ ചെയ്ത് നോക്കൂ. മെജോറിറ്റി ആളുകളുടെയും ക്ഷീണത്തിൻ്റെ പ്രശ്നം മാറുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു കണ്ടൻറ്റായി വരാം. അതുവരെയും ഗുഡ് ബൈ.